ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് അതിവേഗ റെയിൽ, കേന്ദ്രം ഒരു അതിവേഗ റെയിൽ കൊണ്ടുവരുന്നു. അതിന് ശ്രീധരൻ സാറിനെ പോലുള്ള ഒരാളാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ അതിന് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേരളം നടത്തേണ്ടതുണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ പദ്ധതി അത് വേഗതയുള്ള സംവിധാനം വേണം, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ബജറ്റ് വരികയാണല്ലോ, ആ ബജറ്റിൽ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഔദ്യോഗികമായിട്ടൊരു അതിവേഗ റെയിൽ ഇടനാഴി കേരളത്തിന് വരികയും അതിന്റെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീധരൻ സാറ് ചുമതലപ്പെടുത്തുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിനൊപ്പം നിൽക്കും. അങ്ങനെ എന്ത് സംവിധാനമാണ് ഇതുവരെ ഉള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പ്രതീതി പെട്ടെന്ന് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. അത് ആ രൂപത്തിൽ തന്നെ ഒരു പരാമർശവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 7 എണ്ണം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിന്റെ ഇത്തരമൊരു പദ്ധതിയുമായി ആദ്യം മുന്നോട്ട് വന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ അത് പരിഗണിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചില്ല. നമ്മൾ നേരത്തെ അതിവേഗ റെയിൽ സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് കേന്ദ്രത്തിന് നൽകിയിരുന്നു. അത് അംഗീകാരം നൽകാതിരിക്കുന്നു. പുതുതായി കേന്ദ്രം തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളത്തെ ഉൾപ്പെടുത്താതിരിക്കുന്നു. ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ നിയമമന്ത്രി പി രാജീവ് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹവും കേരളത്തിന്റെ അതൃപ്തി തന്നെയാണ് വ്യക്തമാക്കുന്നത്. 7 അതിവേഗ റെയിൽ ഇടനാഴി പ്രഖ്യാപിച്ചിട്ട് അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതിലുള്ള നിരാശ അദ്ദേഹം പറയുകയാണ്. മറ്റ് നികുതി വിഹിതത്തിലടക്കമുള്ള നിരാശയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്.